തൃശൂർ പൂരം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. പോലീസിനെ മുൻനിർത്തിയാണ് ഈ ശ്രമമുണ്ടായത്. സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും പൂരം അട്ടിമറിക്കാനുണ്ടായ ശ്രമത്തെപ്പറ്റി ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. അതിൻ്റെ പിന്നൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പോലീസിനെ മുന്നിൽ നിർത്തി പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും തയ്യാറാക്കണം. കാരണം ഏറ്റവും സമാധാനപരമായിട്ടാണ് പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ആരംഭിച്ചതും മുന്നോട്ട് പോയതും. ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള ഇടപെടലുണ്ടായത്. അതും ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തുള്ളത്. പോലീസ് പൂരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യം പോലീസിൻ്റെ, അവിടുത്തെ ലോ ആൻഡ് ഓർഡർ മാത്രം നോക്കിയാൽ മതി. പൂരത്തിൻ്റെ ചടങ്ങുകളും പൂരത്തിൻ്റെ ബാക്കി കാര്യങ്ങളും നിശ്ചയിക്കാൻ അവിടെ ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം പോലീസിന് എന്താണ്? കമ്മീഷണറുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോലീസിനെ ഉപയോഗിച്ച് ആളുകളെ പ്രകോപിതരാക്കി ബോധപൂർവം പൂരം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് ഉന്നതതലത്തിൽ അന്വേഷിക്കണം. ആരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോ പ്രാവശ്യവും തൃശ്ശൂർ പൂരത്തിന് ഇടങ്കോലിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പലതരത്തിലാണ്. ചില സമയത്ത് കോടതി പോകും, ചില സമയത്ത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെടുത്തും, ചില സമയത്ത് പോലീസിനെ ബന്ധപ്പെടുത്തും. അപ്പോൾ ഓരോ വർഷവും പൂരത്തിന് തടസ്സമുണ്ടാക്കാനും പൂരം അട്ടിമറിക്കാനും ചില ബാഹ്യശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ആ ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമം നടത്തുന്നത്. അത് വലിയ ഗൂഢാലോചനയാണ്.